വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ നമ്മൾ രാവിലെ കോറൽ ഐലൻഡിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾ രാത്രി അൽക്കസർ ഷോ കാണാൻ പോവുകയാണ്. അപ്പോൾ എനിക്കറിയില്ല, അവിടെ ഞാൻ മുന്നത്തെ വീഡിയോസ് ഒന്നും ഞാൻ അത്രയ്ക്ക് കാണുന്നില്ല, കാരണം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് പോകുന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 7:30 വരുമെന്ന് പറഞ്ഞു. സോ ഇവിടെ നിങ്ങൾ എന്തായാലും വരണം. ഫുൾ ചിൽ മോഡാണ് ഗൈസ്. അപ്പോൾ ഫുൾ ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഇരിക്കാതെ, അല്ലെങ്കിൽ ഫുൾ ടൈം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാതെ, എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അൽക്കസാറിൽ പോയിട്ട് കാണാം. ബൈ. ഇത് ഞങ്ങൾ അൽക്കസാർ ഷോ കാണാൻ പോകുന്ന വഴി കണ്ട ഒരു ചെയിൻ ഓഫ് ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ശരിക്കും ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്തായാലും കയറാമെന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അൽക്കസാർ ഷോയിലേക്ക് വന്നേക്കാണ്. നമ്മുടെ സീറ്റ് നമ്പർ എത്രയായിരുന്നു? 45, 46 ആണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 8 മണിക്കാണ് തുടങ്ങുന്നത്. 8 മണിക്ക് അടുത്ത ഷോ തുടങ്ങുന്നുണ്ട്. അപ്പോൾ താഴേക്ക് ഒത്തിരി ഫ്രണ്ടിലേക്കുണ്ട്. ഇത് ആണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം തൊട്ടുണ്ട്, ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ്. അമ്മ ഇന്ന് ഫുള്ള് മുടിയൊക്കെ അഴിച്ചിട്ട് ഫുള്ള് സുന്ദരിയായിട്ട് വന്നേക്കാണ്. തിയേറ്ററിലേക്ക് പോലെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. വലിയ കർട്ടനൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാണിക്കുന്ന വീഡിയോസിലൊന്നും സൗണ്ട് ഇല്ലായിരിക്കും കേട്ടോ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഈ കാണുന്നതാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാബററ്റ് ഷോ. ഇതിൽ മോസ്റ്റ്ലി എല്ലാ പെർഫോമൻസും അവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കേട്ടോ. ഇതിൽ അവരിടുന്ന മേക്കപ്പ് ആവട്ടെ, കോസ്റ്റ്യൂം ആവട്ടെ, ഡാൻസ്, ലൈറ്റിംഗ് എല്ലാം ഒരു ഗ്രാൻഡ് വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് തായ്ലൻഡിന്റെ ട്രഡീഷണൽ സ്റ്റോറീസ് ആണ് ഇവർ ഈ മ്യൂസിക്കിലൂടെയും ഡാൻസിലൂടെയൊക്കെ നമ്മളായിട്ട് കൺവേ ചെയ്യുന്നത്. ഇനി വരുന്നതാട്ടോ എനിക്ക് ഈ കണ്ടത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി പെർഫോമർ. ഇവരുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു. അത്രയും എൻ്റർടൈനിങ് ആയിരുന്നു. എല്ലാവരെയും ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ഇതുപോലെ കോമഡിയൊക്കെ ചെയ്തിട്ട്. ഇനി ഈ ഷോ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് സീറ്റ് എടുക്കാൻ മറക്കണ്ട. ഈ പനങ്കുല പോലെ ഇറങ്ങിപ്പോകുന്നത് എൻ്റെ അമ്മയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട് അവിടെ 2 പ്രതിമ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഷോ കഴിയുമ്പോഴത്തേക്കും അതിലുള്ള പെർഫോമൻസ് ഒക്കെ ഇതേപോലെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ അവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഒരാളുടെ കൂടെ നിന്നെടുക്കാൻ വേണ്ടി 100 ബാട്ടാണ്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ പോയി നിന്നിട്ട് നമ്മളൊരു സെൽഫി എടുക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ചോദിച്ചു 100 ബാട്ടിന് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. പക്ഷേ എന്നെ സമ്മതിച്ചില്ല. നമ്മളവിടെ ഒരു ഷോപ്പിൽ വന്നേക്കാണ്. ഒരു 50% ഓഫുള്ള ഒരു ഷോപ്പാണ് ആക്ച്വലി. എൻ്റെ അമ്മ എവിടെയാണെന്ന് എനിക്കറിയില്ല. അമ്മ ആക്ച്വലി ഏതോ ഒരു അവക്കാഡോയിൻ്റെ മോയ്സ്ചറൈസർ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങൾ ദുബായിൽ പോയപ്പോഴത്തേക്കും അവിടെ അവക്കാഡോയുടെ മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്നപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അത് ഞങ്ങൾ തപ്പിക്കൊണ്ട് നടക്കുകയാണ് എവിടെയാണെന്നുള്ളത്. ഫൈനലി നമ്മുടെ പിടികിട്ട പുള്ളിയെ കിട്ടി കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. എന്തെടുക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. നിങ്ങൾ ആക്ച്വലി എൻ്റെ കണ്ണിൽ കാണുന്നതാണ് ചില ബ്ലിങ് ഇല്ലേ, കുറേ കാശൊക്കെ ഇങ്ങനെ കണ്ണിക്കൂടെ ഇങ്ങനെ ബ്ലിങ്. ആ സാധനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെയർ സെറം എണ്ണയിലിടും. ഹെയർ സെറമാണ്. ഹെയർ സെറം എന്തിനാ വീണ്ടും എടുത്ത് എണ്ണയിലിടുന്നത്? ഷുക്കോ ബച്ചോ മോണോ ഗട്ടായി. ശരിക്കും എന്താണെന്നറിയോ, ഇതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും, എന്നിട്ട് ഞാനൊന്നും യൂസ് ചെയ്യത്തില്ല. ദുബായിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കുറേ സാധനങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഗൈസ്. മറ്റേ ബബിൾ ബാത്ത്, സ്പാ ചെയ്യാനായിട്ട് ബബിൾ ബാത്ത്. കുളിക്കുന്നതേ വലിയ കാര്യമാണ്. ഹെയർ റിപ്പയർ. ഇത് സ്മൂത്ത് ആൻഡ് സിൽക്ക്. ഇത് മുടി പൊട്ടുന്നതിനൊക്കെ. ഇത് മുടി പൊട്ടുന്നത്, അത് സിൽക്കി ആവുന്നതിന്, സ്മൂത്തും സിൽക്കി ആവുന്നതിന്. ഇതിന്റെ അമ്മ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ്. ഇത് ഭയങ്കര സുന്ദരി കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. മതി വാ, ഇനിയും കടയുണ്ട്. ഈ കട മാത്രമല്ല. ഇല്ല പോ. ഇത്രയും നേരം ആ കടയിൽ നിന്നിട്ട് ആകെ എടുത്ത ആ ഒരു സാധനം, ആ ഒരു എന്തോ ഒരു കോക്കനട്ടിൻ്റെ എന്തോ ഒരു ക്രീമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇതേപോലത്തെ 2 വലിയ സ്റ്റാച്യൂസ് ഡിനോസേഴ്സിന് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബേബി ഒക്ടോപ്പസ് ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് ഒരു പ്രാവശ്യം കഴിച്ചിരുന്നു, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വാങ്ങില്ല. ഗൈസ്, നമ്മൾ തനിയെ ഇപ്പോൾ പട്ടായയുടെ തെരുവുകളിൽ കൂടി കഴിക്കുന്ന ഒരു സ്ഥലത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു വലിയ കഴിക്കുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ നല്ല ഈ സമയം ആകുമ്പോഴത്തേക്കുമാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. എൻ്റെ അപ്പുറത്തെ സൈഡ് ബീച്ചാണ്. ഇവിടെ ശരിക്കും ഒരു 2 days ഒന്നും കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റത്തില്ല. അതൊന്നും 5 day എങ്കിലും പട്ടായയിൽ വേണം, എങ്കിലേ ഈ സാധനങ്ങളൊക്കെ കണ്ടു തീർക്കാൻ സമയം ഉണ്ടാവത്തുള്ളൂ.
ഇവിടെ എല്ലാവരും വെള്ളത്തിൻ്റെ പുറത്തൊരു വെള്ളം കളിയാണ് ഗൈസ്. You can start with small. ഓക്കെ Want to try? ഓക്കെ. How many buses? Two buses. നോ നോ ഓൺലി Oh, one bus. Yeah. ഇത് ഞാൻ ക്രോക്കഡൈൽ മീറ്റ് ട്രൈ ചെയ്യാനായിട്ട് കടക്കാനടുത്ത് സംസാരിക്കുന്ന കേട്ടോ. because I don't want to waste the food, you know, like. So because customer want to try, you have to say with small. I say you will like this. I say but you should try small. Really good. Okay, അപ്പോൾ എനിക്ക് come back, okay? Okay, come back. Okay. Have a Thank you look. so much. കംബാക്ക് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും അമ്മയും അടിച്ച് പിരിഞ്ചു. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതൊരു ചെറിയ പ്ലേറ്റിൽ 200 ബാത്തായിരുന്നു ചോദിച്ചിരുന്നത്. അതൊരു വേർത്തല്ലാന്ന് എനിക്ക് തോന്നി. പിന്നെ അടിപിടിയൊന്നും പുതുമയില്ല ഗൈസ്. കടന്തിൽ കുത്തിയ മോന്തയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്നൊരു നോർമൽ തായ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു. ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മണി ഏകദേശം 11 മണി കഴിഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോട്ടലിൽ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ റൂം വന്നിട്ട് 8th ഫ്ലോറിലായിരുന്നു. ഈ ഒരു വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാണ്. കുറേ ഇരുന്ന് ചടവിലെ സംസാരിച്ചു എന്നറിയാം. എൻജോയ് ചെയ്യുക എവറി മൊമെന്റ്. ബൈ ബൈ.